നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ നോക്കാം. കൊല്ലം കുണ്ടറയിൽ റെയിൽവേ ട്രാക്കിൽ പോസ്റ്റ് വെച്ചത് അട്ടിമറി ശ്രമമെന്ന് എഫ്ഐആർ. തെളിവെടുത്ത് പോലീസ് എൻഐഎയും ചോദ്യം ചെയ്തു. പോസ്റ്റ് മുറിച്ച് ആക്രി വിലയ്ക്ക് വിൽക്കാനായിരുന്നു പദ്ധതിയെന്ന മൊഴി. ശശി തരൂർ അങ്ങനെയൊന്നും അടങ്ങില്ല. കോൺഗ്രസ് മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കുമെന്ന് ഇന്ത്യൻ എക്സ്പ്രസിൽ അഭിമുഖം. കേരളത്തിൽ കോൺഗ്രസിന് നേതൃദാരിദ്ര്യം. തന്റെ മുന്നിൽ വേറെയും വഴിയുണ്ടെന്ന് തരൂർ. നേതാക്കളുടെ എല്ലാം മറുപടി അങ്ങേയറ്റം കരുതലോടെ. മനപ്പായസമുണ്ട് ഇടത് നേതാക്കൾ. ലോകം കാത്തിരിക്കുന്ന ക്രിക്കറ്റ് പോരാട്ടത്തിന് ഇനി 1.5 മണിക്കൂർ. ഇന്ത്യ പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരം 2:30 ദുബായിൽ. ജയിച്ചാൽ സെമിയിലേക്ക് ഇന്ത്യ എളുപ്പത്തിലെത്തും. ന്യൂസിലൻഡിനോട് തോറ്റ പാക് ടീം കടുത്ത സമ്മർദ്ദത്തിൽ. തെലങ്കാനയിലെ ടണലിൽ കുടുങ്ങിയ 8 പേരെ രക്ഷിക്കാൻ സൈന്യത്തിന്റെയും രക്ഷാപ്രവർത്തകരുടെയും കഠിന പ്രയത്നം. ടണലിൽ ചെളിയും വെള്ളവും നിറഞ്ഞത് തിരിച്ചടി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവനെടുത്ത വാഹനാപകടങ്ങൾ. തൃത്താലയിൽ ബസ്സിലേക്ക് കാർ ഇടിച്ചു കയറി 1 വയസ്സുള്ള കുഞ്ഞിന് ദാരുണാന്ത്യം. ചടയമംഗലത്ത് പരിക്കേറ്റവരുമായി പോയ കാർ അപകടത്തിൽപ്പെട്ട യുവതി മരിച്ചു. താമരശ്ശേരി ചുരത്തിലും പുനലൂരിലും അപകടങ്ങൾ. മദ്യലഹരിയിൽ നാടിനെ നടുക്കുന്ന കൊലപാതകങ്ങൾ. തിരുവനന്തപുരം നഗരൂരിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ കുത്തിക്കൊന്ന സഹപാഠി. ചെങ്ങന്നൂരിൽ ചേട്ടനെ അനുജൻ കഴുത്തിൽ കയറുമുറുക്കി കൊന്നു. അട്ടപ്പാടിയിൽ അമ്മയെ തലക്കടിച്ചു കൊന്നു മകൻ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നില അതീവ ഗുരുതരം. ശ്വാസതടസ്സമുള്ളതായി ജമേലി ആശുപത്രി. ജീവൻ നിലനിർത്താൻ കൂടിയ അളവിൽ ഓക്സിജൻ നൽകുന്നതായി ഡോക്ടർമാർ. കൊല്ലം കുണ്ടറയിൽ റെയിൽ പാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് വെച്ചത് ട്രെയിൻ അട്ടിമറി ശ്രമം തന്നെയെന്ന് എഫ്ഐആർ. ട്രെയിൻ അപകടമുണ്ടാക്കി ജീവഹാനി വരുത്തുകയായിരുന്നു ലക്ഷ്യം. സംഭവത്തിൽ പിടിയിലായ കുണ്ടറ സ്വദേശി രാജേഷിനെയും പെരുമ്പുഴ സ്വദേശി അരുണിനെയും എൻഐഎ ചോദ്യം ചെയ്തു. കുണ്ടറ പോലീസ് പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. കൊല്ലം കുണ്ടറയിൽ റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ച സംഭവത്തിൽ പിടിയിലായ കുണ്ടറ സ്വദേശി രാജേഷിനെയും പെരുമ്പുഴ സ്വദേശി അരുണിനെയും ദേശീയ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തു. ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമമാണോ എന്നതിൽ എൻഐഎ വിശദമായ അന്വേഷണമാണ് നടത്തുന്നത്. ഇന്നലെ പോലീസിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിച്ചിരുന്നു. പിടിയിലായ പ്രതികളെ ഇന്ന് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. മദ്യലഹരിയിൽ ചെയ്തു പോയതെന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത്. ടെലിഫോൺ പോസ്റ്റ് മുറിച്ച് ആക്രിയാക്കി വിൽക്കാനായിരുന്നു ലക്ഷ്യം. ഇത് ശരിയാണോ എന്ന് അന്വേഷിക്കുകയാണ് പോലീസ്. പ്രതികളെ റെയിൽവേ പോലീസും വിശദമായി ചോദ്യം ചെയ്യും. മുൻപും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരായതിനാൽ അട്ടിമറി സാധ്യതയടക്കം ദുരൂഹതകളെല്ലാം നീക്കി പഴുതടച്ച അന്വേഷണം വേണമെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം. സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. കുണ്ടറ ആറുമുറിക്കട പഴയ ഫയർ സ്റ്റേഷന് സമീപത്തുള്ള റെയിൽവേ പാളത്തിന് കുറുകെയാണ് ടെലിഫോൺ പോസ്റ്റ് കണ്ടെത്തിയത്. പാലരുവി എക്സ്പ്രസ് കടന്നുപോകുന്നതിന് തൊട്ടു മുൻപായിരുന്നു സംഭവം. പ്രദേശവാസികൾ വിവരം ഗേറ്റ് കീപ്പറെ അറിയിക്കുകയായിരുന്നു. എഴുകോൺ പോലീസ് സ്ഥലത്തെത്തി പോസ്റ്റ് നീക്കം ചെയ്ത് പരിശോധനയും നടത്തി മടങ്ങി. എന്നാൽ പുലർച്ചെ ട്രാക്കിൽ വീണ്ടും അതേ സ്ഥാനത്ത് തന്നെ പോസ്റ്റ് കൊണ്ടിടുകയായിരുന്നു. ന്യൂസ് 18 കൊല്ലം. കൊല്ലം കുണ്ടറയിലാണ് റെയിൽപാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് 2 തവണ പ്രത്യക്ഷപ്പെട്ടത്. അത് ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമം തന്നെയായിരുന്നു എന്നാണ് ഇപ്പോൾ എഫ്ഐആർ പുറത്തുവരുന്നത്. സംഭവ സ്ഥലത്ത് 2 പ്രതികളെയും എത്തിച്ച് ഇന്ന് പോലീസ് തെളിവെടുത്തു. നേരത്തെ എൻഐഎയും ഇവരെ ചോദ്യം ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് എഫ്ഐആറിൽ ഇത് അട്ടിമറി ശ്രമം തന്നെയാണ് എന്ന് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഇവർ പറയുന്നതനുസരിച്ച് ഇത് മുറിച്ച് ആക്രിയാക്കി വിൽക്കാനായിരുന്നു ലക്ഷ്യമെന്നാണ് ഇവർ പറയുന്നത്. വിവരങ്ങളുമായി TG സജിത്ത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജിത്ത്, വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം, അല്ലെങ്കിൽ പാളത്തിൽ ഒരു സാധനം വെച്ച ട്രെയിൻ വീഴ്ത്താൻ ശ്രമിക്കുക എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രത്യാഘാതം തിരിച്ചറിഞ്ഞാണോ ഈ പ്രതികൾ ചെയ്തത്, അല്ലാതെ ഇവർക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരുന്നോ? ഇവർ പറയുന്നത് പോലീസ് മുഖവിലേക്ക് എടുക്കുന്നതേയില്ലേ?
അങ്ങനെയാണ് എഫ്ഐആർ വ്യക്തമാക്കുന്നത്. ശ്രീജ, നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ പ്രതികളുടെ മൊഴി ഇങ്ങനെയായിരുന്നു: ആക്രി വിൽപ്പനയ്ക്ക് വേണ്ടിയായിരുന്നു ഇത്തരമൊരു നീക്കം നടത്തിയത് എന്നതാണ്. പക്ഷേ എഫ്ഐആർ സൂചിപ്പിക്കുന്നത് ഇവർ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ്. ടെലിഫോൺ പോസ്റ്റ് കുറുകെ വെച്ചത് അട്ടിമറിക്കാൻ തന്നെ എന്നതാണ്. അതായത് ട്രെയിൻ അപകടമുണ്ടാക്കി ജീവഹാനി വരുത്താനുള്ള ശ്രമം തന്നെയാണ് നടന്നതെന്നാണ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത്. രാത്രി 11:45-നും 1:30-നും ഇടയിലുള്ള സമയത്താണ് പ്രതികൾ ടെലിഫോൺ പോസ്റ്റ് പാളത്തിന് കുറുകെ വെച്ചതെന്നും ഈ എഫ്ഐആറിൽ പറയുന്നുണ്ട്. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ ഇപ്പോൾ കേസ് മുന്നോട്ട് പോകുന്നത്. അവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ഇതാണ്: 327B, ഒപ്പം 150(1), ഒപ്പം തന്നെ 153 റെയിൽവേ ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്ന് 3 മണിയോടുകൂടി പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ഇത് എഫ്ഐആറിൽ ട്രെയിൻ അട്ടിമറി ശ്രമം എന്ന് വന്നതോടുകൂടി ഈ സംഭവത്തിൻ്റെ രീതി തന്നെ മാറുകയാണ്. അത് സംബന്ധിച്ച ഗുരുതരമായ അന്വേഷണം നടക്കാനാണ് സാധ്യത. ദേശീയ ശ്രദ്ധയിലേക്ക് കൂടി ഈ സംഭവം മാറുന്ന സാഹചര്യമാണ്. പ്രതികളുടെ മൊഴി വിശ്വാസത്തിലെടുക്കുന്നില്ല പോലീസ് എന്നതാണ് ഈ എഫ്ഐആറിൽ. എന്തെങ്കിലും ഒരു ലക്ഷ്യം വേണമല്ലോ, ഇങ്ങനെ ഒരു വലിയ കുറ്റകൃത്യം ചെയ്യണമെങ്കിൽ ഒരു ലക്ഷ്യം വേണമല്ലോ. അതിലേക്ക് പോലീസിന് എത്താൻ കഴിയുന്നുണ്ടോ? തീർച്ചയായും അത് സംബന്ധിച്ച് ചോദ്യം ചെയ്യൽ ആ തരത്തിലേക്ക് തന്നെ കടക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഈ പ്രതികൾക്ക് പുറകിൽ മറ്റാരെങ്കിലും ഉണ്ടോ, അതിൻ്റെ ലക്ഷ്യങ്ങൾ, ഒപ്പം അവരുടെ നീക്കങ്ങളടക്കം പരിശോധിക്കും. CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ടാവും അന്വേഷണം മുന്നോട്ട് പോവുക. എന്തായാലും എഫ്ഐആറിൽ കൃത്യമായി തന്നെ അട്ടിമറി ശ്രമം പറയുമ്പോൾ ഈ കേസിൽ മറ്റ് ചില ദുരൂഹതകളുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. അതിലേക്ക് തന്നെ അന്വേഷണം നടക്കുന്നു എന്ന് കരുതാം. എന്തായാലും പ്രതികളുടെ ആദ്യ മൊഴി പോലീസ് വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നതാണ് സാഹചര്യം. തെളിവെടുപ്പ് അടക്കമുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന തരത്തിലേക്കും അന്വേഷിക്കും. പ്രതികളുടെ മുൻകാല ബന്ധങ്ങൾ, അവരുടെ മുൻകാല ഈ തരത്തിലുള്ള സമാനമായ ഇടപാടുകൾ അടക്കം പരിശോധിച്ചുകൊണ്ടായിരിക്കും സജിത്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റ് വാർത്തകളിലേക്ക്. കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നറിയിപ്പുമായി ഇന്ത്യൻ എക്സ്പ്രസിൽ ശശി തരൂരിന്റെ ലേഖനം. പരമ്പരാഗത പാർട്ടി വോട്ടുകൾ കൊണ്ട് മാത്രം കേരളത്തിലും കേന്ദ്രത്തിലും കോൺഗ്രസിന് ഇനി അധികാരത്തിൽ വരാൻ കഴിയില്ലെന്നാണ് തരൂരിന്റെ മുന്നറിയിപ്പ്. പാർട്ടിക്ക് തന്റെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിയില്ലെങ്കിൽ തന്റെ മുന്നിൽ മറ്റു വഴികളുണ്ടെന്നും ലേഖനത്തിൽ തരൂർ തുറന്നടിച്ചു. സംസ്ഥാന കോൺഗ്രസിൽ നേതൃദാരിദ്ര്യമുണ്ടെന്നാണ് തരൂരിന്റെ പരിഹാസം. ലേഖന വിവാദത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം തന്നെ ഇടപെട്ട് ശശി തരൂരിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടന്നതിന് പിന്നാലെയാണ് നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള തരൂരിന്റെ ലേഖനം ഇംഗ്ലീഷ് ദിനപത്രത്തിൽ വീണ്ടും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസ് വോട്ടുകൾ കൊണ്ട് മാത്രം ദേശീയ തലത്തിലും സംസ്ഥാനത്തും ഇനി അധികാരത്തിലെത്താനാവില്ലെന്നതിന്റെ തെളിവാണ് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുണ്ടായ തുടർച്ചയായ പരാജയങ്ങളെന്നാണ് ലേഖനത്തിലെ വിമർശനം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ദേശീയ തലത്തിൽ ലഭിച്ച വോട്ട് വിഹിതം 19% ഇത് 26 മുതൽ 27% വരെ അധികമായി ഉയർത്തിയാൽ മാത്രമേ അധികാരത്തിൽ എത്താൻ കഴിയുമെന്നാണ് തരൂർ വ്യക്തമാക്കുന്നത്. സംസ്ഥാന കോൺഗ്രസിൽ നേതൃദാരിദ്ര്യം ഉണ്ടെന്നും UDFിലെ ഘടകകക്ഷി നേതാക്കൾ തന്നെ തന്നോട് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് തരൂരിന്റെ മറ്റൊരു വിമർശനം. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ താൻ വിജയിച്ചത് കോൺഗ്രസ് വിരുദ്ധരുടെ വോട്ടുകൾ കൂടി നേടിയിട്ടാണ്. മറ്റ് പാർട്ടി അനുഭാവികളുടെ വോട്ടുകളും തനിക്ക് ലഭിച്ചത് നിലപാടുകളോടുള്ള സ്വീകാര്യത കൊണ്ടാണെന്നും ലേഖനത്തിൽ പരാമർശമുണ്ട്. പരമ്പരാഗത വോട്ട് വിഹിതത്തിനപ്പുറം തന്റെ വിജയമാതൃക മറ്റിടങ്ങളിലും പരീക്ഷിച്ചാൽ മാത്രമേ 2026 പ്രതീക്ഷയ്ക്ക് വകയുള്ളൂവെന്നും ലേഖനത്തിൽ തരൂർ വ്യക്തമാക്കുന്നു. സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കൾ നിർബന്ധിച്ചതുകൊണ്ടാണ് അമേരിക്കയിൽ സ്വസ്ഥ ജീവിതം നയിക്കുകയായിരുന്ന താൻ 2009 കോൺഗ്രസിന്റെ ഭാഗമായത്. തന്റെ സേവനം പാർട്ടി വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ അതിന് മറ്റു വഴികളുണ്ടെന്നും തരൂർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 100 പേരടങ്ങുന്ന പ്രവർത്തക സമിതിയിൽ അംഗമായിരിക്കുന്നതിൽ അഭിമാനമുണ്ടെങ്കിലും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രവർത്തക സമിതിക്ക് കഴിയാറില്ലെന്നും വിവാദ ലേഖനത്തിൽ ശശി തരൂർ തുറന്നടിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണോ ഇംഗ്ലീഷ് ദിനപത്രത്തിന് അഭിമുഖം നൽകിയതെന്ന കാര്യത്തിൽ ഇപ്പോഴും തരൂർ ക്യാമ്പ് വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. മഞ്ഞുരുക്കൽ നീക്കങ്ങൾക്ക് ശേഷവും നിലപാടുകളിൽ മാറ്റം വരുത്താതെയുള്ള ശശി തരൂരിന്റെ തുറന്നു പറച്ചിൽ കോൺഗ്രസിന് ദേശീയ സംസ്ഥാന തലങ്ങളിലുണ്ടാക്കുന്ന പ്രതിസന്ധിയുടെ ആക്കം ചെറുതാവില്ലെന്ന് ഉറപ്പ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷവും തരൂർ തുറന്നടിച്ചത് കോൺഗ്രസ് കേന്ദ്രങ്ങളെ അമ്പരപ്പിക്കുകയാണ്. പാർട്ടിക്ക് പുറത്തേക്ക് പോകാൻ വഴിയൊരുക്കലാണ് തരൂർ നടത്തുന്നതെന്നാണ് നേതാക്കളുടെ വിലയിരുത്തലെങ്കിലും വളരെ കരുതലോടെയാണ് പ്രതികരണങ്ങൾ. തരൂരിന്റെ രാഷ്ട്രീയ നീക്കം പുതിയ സാധ്യതയാക്കുകയാണ് ഇടത് കേന്ദ്രങ്ങൾ.
ഹൈക്കമാൻഡുമായുള്ള ചർച്ചകൾക്ക് ശേഷം തരൂരിനോട് നിലപാടെടുക്കുന്നതിൽ വളരെ കരുതലിലാണ് സംസ്ഥാന നേതാക്കൾ. പക്ഷേ ശശി തരൂർ കൂടുതൽ കടുപ്പിച്ചതോടെ ഇനി എങ്ങനെയെന്നതിൽ ആശയക്കുഴപ്പം രൂക്ഷമാണ്. പാർട്ടിക്ക് പുറത്തേക്ക് പോവാൻ തരൂർ വഴിയൊരുക്കുകയാണ് എന്ന വിലയിരുത്തൽ നേതാക്കൾക്കുണ്ട്. രാഹുലുമായി ചർച്ച നടന്നെങ്കിലും ഹൈക്കമാൻഡും തരൂരിനെ പൂർണ്ണ വിശ്വാസത്തിലെടുത്തിട്ടില്ല. പക്ഷേ കടുത്ത പ്രസ്താവനകളൊന്നും ഈ ഘട്ടത്തിൽ വേണ്ടെന്നാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ചുരുക്കത്തിൽ തള്ളാനും കൊള്ളാനുമാവാത്ത അവസ്ഥ. ശശി തരൂർ ദേശീയ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തോടുള്ള നേതാക്കളുടെ പ്രതികരണത്തിലും ഈ ആശയക്കുഴപ്പം പ്രകടമാണ്. ബോധപൂർവമുള്ള ഒരു കളമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം അഭിപ്രായം പറഞ്ഞതിൻ്റെ അടുത്തൊരു കുടുക്കിൽ വീണുപോയ ഒരവസ്ഥയാണ് എൻ്റെ മനസ്സിലുള്ളത്. അദ്ദേഹത്തിന് എരിയും അദ്ദേഹത്തിന് തിരുത്താം. അദ്ദേഹത്തെ 4 തവണ കോൺഗ്രസ് MP ആക്കിയതും അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കിയതും 10 വർഷമായി കോൺഗ്രസിന് കിട്ടുന്ന 4 സ്ഥിര സമിതി അംഗങ്ങളിൽ ഒരാളാക്കിയതൊക്കെ അതുകൊണ്ടല്ലേ. പക്ഷെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിന് ഞാൻ തയ്യാറല്ല. ഇപ്പോഴെന്താ പ്രശ്നം അദ്ദേഹത്തിന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് അദ്ദേഹത്തിനെ കൂടെ നിർത്തണം. തരൂരിന്റെ നീക്കത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഇടതു കേന്ദ്രങ്ങൾ. തരൂരിനെ ഒപ്പം നിർത്താനുള്ള ശ്രമമോ അല്ലെങ്കിൽ തരൂർ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പം രാഷ്ട്രീയ നേട്ടമാക്കാനുള്ള സാധ്യതയോ തേടുകയാണ് ഇടതു നേതാക്കൾ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി നേതൃത്വം വരെയുള്ള ശശി തരൂരിനെ പോലുള്ളവർക്ക് പറയേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ശശി തരൂരിന്റെ ഐഡന്റിറ്റി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിന് നേട്ടമുണ്ടായി എന്നല്ലാതെ കോൺഗ്രസിന്റെ ഐഡന്റിറ്റി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശശി തരൂര് തിരുവനന്തപുരത്ത് ജയിച്ചിട്ടില്ല. കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് ഇദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിക്കാൻ സാധ്യതയില്ലേ? ഈ തോന്നലിലാണ് എല്ലാ ഗ്രൂപ്പുകളും അയാൾക്കെതിരായി തിരിഞ്ഞത്. കോൺഗ്രസ് നേതൃത്വത്തെ പൂർണ്ണമായി വെല്ലുവിളിക്കുന്നതാണ് തരൂരിന്റെ പുതിയ അഭിമുഖം. തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന പശ്ചാത്തലത്തിൽ തരൂരിനെ തള്ളിപ്പറയുന്നത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്നതാണ് കോൺഗ്രസിലെ ആശയക്കുഴപ്പം. പാർട്ടിയിലെ ഒരു വിഭാഗവും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന നിഷ്പക്ഷ വോട്ടുകളിൽ ഒരു വിഭാഗവും തരൂരിനൊപ്പം ഉണ്ടെന്നതാണ് മറ്റൊരു പ്രതിസന്ധി. പുതിയ സാഹചര്യങ്ങൾ ഹൈക്കമാൻഡ് സൂക്ഷ്മമായി വിലയിരുത്തുകയാണ്. ഹൈക്കമാൻഡ് നിർദ്ദേശം ഉണ്ടാവുന്ന ഘട്ടത്തിൽ തരൂരിനെ തള്ളിപ്പറഞ്ഞ് നിലപാടെടുക്കാൻ നേതാക്കൾ തയ്യാറായേക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. 26-ന് പുറത്തിറങ്ങാനിരിക്കുന്ന പോഡ്കാസ്റ്റിനെ കുറിച്ചുള്ള ലേഖനത്തിലാണ് തരൂർ വളരെ രൂക്ഷമായ വിമർശനങ്ങൾ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും നടത്തിയത്. അതിനോടൊപ്പം മുന്നറിയിപ്പുകളും അദ്ദേഹം നൽകുന്നുണ്ട്. കൃത്യമായി കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിനപ്പുറത്തേക്കുള്ള വോട്ടുകൾ ശേഖരിച്ചില്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയാകും, ഒരുപക്ഷെ 3-ാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും എന്നതടക്കമുള്ള വളരെ ഗുരുതരമായ മുന്നറിയിപ്പുകൾ അദ്ദേഹം ഈ ലേഖനത്തിൽ ഈ അഭിമുഖത്തിൽ നൽകുന്നുണ്ട്. അതേസമയം ഇന്നിപ്പോൾ തരൂരിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നു. രാവിലെ മുതൽ എല്ലാവരും ശ്രമിക്കുന്നത് തരൂർ ഇക്കാര്യത്തിൽ എന്ത് വിശദീകരണം നൽകുമെന്നാണ്. തരൂരിന്റെ പ്രതികരണം ഇനി വിവാദത്തിനില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. കേൾക്കാം. അറിയാമല്ലോ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ എന്റെ സമയത്ത് സംസാരിക്കും, ഒന്നും സംസാരിക്കാൻ. No comment at all any further on anything. Thank you. Go watch the match here. Important match today. Come. 2:30 last over. Please, thank you. Now we have to go. Thanks very much. I don't want your cameras getting damaged. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യാതൊരു പ്രതികരണത്തിനുമില്ല. ഞാൻ പ്രതികരിക്കാറുണ്ട്, പ്രതികരിക്കേണ്ട സമയത്ത് മാത്രമേ പ്രതികരിക്കാറുള്ളൂ എന്നാണ് തരൂരിൻ്റെ മറുപടി. അതായത് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് കൂടുതലൊന്നും പറയാനില്ല. ഇനി ഇന്നത്തെ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇന്ന് സൂപ്പർ സൺഡേ ആണ്. അതിനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ചാമ്പ്യൻസ് ട്രോഫി സൂപ്പർ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഉച്ചയ്ക്ക് 2:30 ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യക്ക് വിജയിക്കാനായാൽ സെമി ബർത്ത് ഉറപ്പിക്കാം. എന്നാൽ പ്രതികാരത്തെക്കാൾ ഉപരി നിലനിൽപ്പാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. മത്സരം പരാജയപ്പെട്ടാൽ നിലവിലെ ചാമ്പ്യന്മാരായ പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്താകും. വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ചേർന്നു. ഹരി, ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരിക്കുകയാണ്. വളരെ കുറച്ച് സമയമേ അത് ബാക്കിയുള്ളൂ. സാധാരണ ക്രിക്കറ്റ് മത്സരങ്ങളെ പോലെയല്ല, ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് വശത്ത് വരുമ്പോൾ അതിൻ്റെ ആവേശം ഇരട്ടിയാണ്. ഈ അവസാന ഘട്ടങ്ങളിൽ എന്തൊക്കെ പ്രതീക്ഷകളും ഒക്കെയാണ് പൊതുവെ ക്രിക്കറ്റ് പ്രേമികളും ആസ്വാദകരും മുന്നോട്ട് വയ്ക്കുന്നത്?
വളരെ കുറച്ച് നിമിഷം മാത്രമേ ബാക്കിയുള്ളൂ. മത്സരം 2:30 ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. സാധാരണ ഒരു പോരാട്ടം പോലെയല്ല. ചാമ്പ്യൻസ് ട്രോഫിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാൻ. അത് ശത്രുക്കൾ എന്ന് തമ്മിൽ ഉള്ളത് മാത്രമല്ല, നിലവിലെ സാഹചര്യത്തിൽ പ്രകാരം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഈ വിജയം വളരെ അനിവാര്യവും കൂടിയാണ്. കാരണം അടുത്ത മത്സരം ന്യൂസിലൻഡുമായിട്ടാണ്. ആ ഒരു ഘട്ടത്തിലേക്ക് പോകാതെ സെമിഫൈനൽ അതിനു മുമ്പേ ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഈ മത്സരം വിജയിക്കുക എന്നുള്ളതും കൂടിയാണ്. കാരണം ആ പ്രതികാരമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അവർക്കൊരു നിലനിൽപ്പിൻ്റെ ഒരു പോരാട്ടമാണ്. കാരണം ആദ്യത്തെ മത്സരം അവർ പരാജയപ്പെട്ടു. ഈ മത്സരം അവർക്ക് ജയിച്ചേ മതിയാവുകയുള്ളൂ. കാരണം അടുത്ത മത്സരം അവർക്ക് ബംഗ്ലാദേശുമായിട്ടാണ്. പക്ഷേ അത് തീരുമാനിക്കണമെങ്കിൽ ഇന്നത്തെ മത്സരം പാകിസ്ഥാന് വിജയിച്ചേ മതിയാവുക. അല്ലെങ്കിൽ നിലവിലത്തെ ചാമ്പ്യൻസ് ട്രോഫിയുടെ ജേതാക്കളായ പാകിസ്ഥാൻ പുറത്താണ്, ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്താണ്. അത് സ്വന്തം കാണികൾക്ക് മുന്നിൽ അവർ പുറത്താവുക എന്നുള്ളതൊന്നും പാകിസ്ഥാന് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സരം വിജയിക്കുക എന്നുള്ളത് അവർക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. എങ്ങനെയാണ് ടീം ലൈനപ്പ് ഫോർമേഷൻ എന്തെങ്കിലും മാറ്റങ്ങൾ പാകിസ്ഥാൻ വരുത്താൻ സാധ്യതയുണ്ടോ? കാരണം ആദ്യ മത്സരത്തിലെ പരാജയത്തിന് ശേഷം ചിലപ്പോൾ ഒരു സ്പിന്നറിനെ ആഡ് ചെയ്യാൻ ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ടീമിൽ എന്തെങ്കിലും മാറ്റം, അർഷദീപ് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. ഫക്കർ സമാൻ എന്തായാലും ടീമിൽ നിന്ന് പുറത്തായെന്നുള്ളത് പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ട്. ഇമാം ഉൽ ഹക്കാണ് പകരക്കാരനായി എത്തുന്നത്. അതല്ലാതെ എന്തെങ്കിലും മാറ്റം പാകിസ്ഥാൻ മുന്നോട്ട് വെക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കി കാണേണ്ടതുണ്ട്. ഇന്ത്യക്ക് ഇനിയൊരു പേസർ അർഷദീപ് സിംഗിനെ കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യം മുന്നോട്ട് വെക്കുന്നുണ്ടോ എന്നൊരു ചോദ്യവും കൂടിയുണ്ട്. ഇങ്ങനെ എല്ലാ സംശയങ്ങൾക്കെല്ലാം ഉള്ളൊരു മറുപടി ഏകദേശം 1 മണിക്കൂറിനകം തന്നെ ലഭിക്കുന്നതാണ്. 2 മണിക്കാണ് ടോസ്. 2 മണിക്ക് ടീമിനെയും പ്രഖ്യാപിക്കും. ആരൊക്കെയായിരിക്കാം പ്ലേയിങ് 11ൽ ഉള്ളത് എന്നുള്ളത് സംബന്ധിച്ചും ഒരു വ്യക്തമായ ധാരണ ആ സമയത്തോടെ ലഭിക്കുകയും ചെയ്യും. എന്തായാലും ഈ ചാമ്പ്യൻസ് ട്രോഫിയിലെ തന്നെ ഏറ്റവും വലിയ പോരാട്ടം, എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്നത് തന്നെയാണ് ഗ്രൂപ്പ് എയിലെ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. എങ്ങനെയെങ്കിലും തനിക്കുണ്ടായ തിരിച്ചടി മാറ്റുക എന്നുള്ളതാണ് ഇന്ത്യക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. ചരിത്രങ്ങൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ 2 എണ്ണം ജയിക്കുകയും പാകിസ്ഥാൻ 3 എണ്ണം വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാൻ തന്നെയാണ് ഒരു മുൻകൈ എന്നുള്ളത് എടുത്തു പറയണം. പക്ഷേ ICC ടൂർണമെൻറ്റുകളിൽ ഇന്ത്യക്ക് തന്നെയാണ് മേൽക്കൈ. ചാമ്പ്യൻസ് ട്രോഫിയിൽ ആ ഒരു ക്ഷീണം മാറ്റുക എന്നുള്ളതാണ് ഇന്ത്യക്ക് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. നിലനിൽപ്പാണ് പാകിസ്ഥാന് മുന്നിലുള്ള ഏക വെല്ലുവിളി. ശ്രീജ. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ആകാംക്ഷയോടെ, ഉദ്വേഗത്തോടെ എല്ലാവരും കാത്തിരിക്കുകയാണ് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലേക്ക് കണ്ണുകൾ ഉറ്റുനോക്കിക്കൊണ്ട്. മറ്റ് വാർത്തകൾ നോക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ടതോടെ ഓക്സിജൻ നൽകുന്നുണ്ട്. പ്ലേറ്റ്ലെറ്റ് കുറവെന്ന പരിശോധനയിൽ കണ്ടെത്തിയതോടെ രക്തം നൽകേണ്ടിയും വന്നു. റോമിലെ ജമേലി ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില വീണ്ടും മോശമായി. തുടർച്ചയായി ശ്വാസം മുട്ടലുണ്ടായതോടെ ഓക്സിജൻ നൽകേണ്ടി വന്നു. പ്ലേറ്റ്ലേറ്റ് അളവ് കുറഞ്ഞതിനാൽ രക്തം നൽകി. അപകടാവസ്ഥ തരണം ചെയ്തിട്ടില്ലെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി. ഇതാദ്യമായാണ് വത്തിക്കാൻ രോഗവിവരം സംബന്ധിച്ച് ഔദ്യോഗിക പ്രതികരണം നടത്തുന്നത്. രക്തത്തിലെ അണുബാധയും ന്യൂമോണിയയും തന്നെയാണ് ഇപ്പോഴും ആശങ്ക. സ്ഥാനമൊഴിയുമെന്നത് അഭ്യൂഹം മാത്രമാണെന്നും എല്ലാവരുടെയും പ്രാർത്ഥനകളാണ് ഇപ്പോൾ വേണ്ടതെന്നും വത്തിക്കാൻ പ്രതിനിധിയെ ഉദ്ധരിച്ച് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥനയിലാണ് ലോകം. അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ഐറിസിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. തെലങ്കാനയിലെ നാഗർ കുർണൂലിൽ ടണലിടിഞ്ഞുണ്ടായ അപകടത്തിൽ കുടുങ്ങിയ 8 പേരെ രക്ഷിക്കാൻ ദൗത്യം തുടരുകയാണ്. തുരങ്കത്തിൽ വെള്ളവും ചെളിയും നിറഞ്ഞതാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നത്. സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം. ശ്രീശൈലം ലെഫ്റ്റ് ബാങ്ക് കനാൽ ടണലിന്റെ പ്രവേശന കവാടത്തിൽ നിന്ന് 14 കിലോമീറ്റർ ഉള്ളിലായാണ് അപകടമുണ്ടായത്. ചെളിയും വെള്ളവും കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും അടിഞ്ഞുകൂടിയത് രക്ഷാദൗത്യത്തിന് വെല്ലുവിളിയാവുകയാണ്. ടണലിൽ പ്രവേശിച്ച ദൗത്യസംഘം ആദ്യ 12 കിലോമീറ്റർ ദൂരം ലോക്കോമോട്ടീവിലും പിന്നീട് 1.5 കിലോമീറ്റർ കൺവേയർ ബെൽറ്റിലും സഞ്ചരിച്ചു. എന്നാൽ പിന്നീടുള്ള 200 മീറ്റർ ദൂരം മുന്നോട്ടു പോകാൻ കഴിയുന്നില്ല. മുട്ടോളം ഉയരത്തിൽ ചെളിയും വെള്ളവും നിറഞ്ഞതാണ് ദൗത്യത്തിന് തടസ്സമാകുന്നത്. കുടുങ്ങിക്കിടക്കുന്നവരിൽ നിന്ന് പ്രതികരണം ഇല്ലാത്തതും ആശങ്കയാണ്. विक्टिम्स का एग्जैक्ट लोकेशन अभी तक नहीं पता चला है. जैसे मैंने पहले ही बताया कि जहां तक जो TBM है उसका जो किनारा है 13.5 किलोमीटर पे है और टनल उसके आगे 200 मीटर और मान लीजिए, तो ये 200 मीटर का एरिया रबल से भर गया है, मिट्टी से भरा हुआ है. तो ये जब तक साफ नहीं होगा, जब तक क्लियर नहीं होगा, और मैंने पहले ही बताया इस गेट से 13 किलोमीटर का डिस्टेंस है. മോട്ടോർ ഉപയോഗിച്ച് വെള്ളം വറ്റിക്കുകയാണ് മുന്നിലുള്ള ഏക മാർഗം. ടണലിന് ഉള്ളിലെ വെന്റിലേഷൻ സംവിധാനം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അധികൃതർ നൽകുന്ന വിവരം.
തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. ഇന്നലെ രാവിലെ 8 മണിയോടെയാണ് SLBC ടണൽ ഇടിഞ്ഞ് അപകടം ഉണ്ടായത്. സംഘത്തിലെ 50 പേരിൽ 42 പേർ രക്ഷപ്പെട്ടപ്പോൾ മുൻനിരയിൽ ഉണ്ടായിരുന്ന 8 പേർ ടണലിൽ കുടുങ്ങുകയായിരുന്നു. പഞ്ചാബ്, ജമ്മു കാശ്മീർ, ഝാർഖണ്ഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള എഞ്ചിനീയർമാരും തൊഴിലാളികളുമാണ് ടണലിൽ അകപ്പെട്ടത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം വൈകുന്നതിനെതിരെ ദുരന്ത ബാധിതരുടെ പ്രതിഷേധം തടഞ്ഞ പോലീസ്. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. സമരപ്രഖ്യാപനത്തിന് പിന്നാലെ ഉരുൾപൊട്ടൽ പുനരധിവാസത്തിനുള്ള 2ാം ഘട്ട കരട് പട്ടിക തയ്യാറായി. 81 കുടുംബങ്ങളാണ് 2ാം ഘട്ട പട്ടികയിലുള്ളത്. രാവിലെ 9 മണി മുതൽ ദുരന്തബാധിത പ്രദേശത്ത് കുടിൽകെട്ടി പ്രതിഷേധം നടത്താനുള്ള നീക്കമാണ് പോലീസ് തടഞ്ഞത്. ബെയ്ലി പാലത്തിന് സമീപത്ത് വെച്ച് പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു. ഇതോടെ ദുരന്തഭൂമിയിലെ പ്രതിഷേധം സംഘർഷത്തിന്റെ വക്കോളമെത്തി. ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വാർഡ് 10-ൽ 42, 11-ൽ 29, 12-ൽ 10 എന്നിങ്ങനെ കുടുംബങ്ങളെ ഉൾപ്പെടുത്തി പുനരധിവാസത്തിനുള്ള 2ാം ഘട്ട കരട് പട്ടിക തയ്യാറാക്കി. ഇതോടെ ടൗൺഷിപ്പിൽ 323 കുടുംബങ്ങളായി. ആദ്യഘട്ടത്തിൽ 242 കുടുംബങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു. നാളെ ജനകീയ ആക്ഷൻ കമ്മിറ്റി കളക്ടറേറ്റിനു മുൻപിൽ ഉപവാസ സമരം നടത്തും. 5 സെന്റ് ഭൂമി മാത്രം നൽകുന്നതിലും കേന്ദ്ര സർക്കാർ പാക്കേജ് പ്രഖ്യാപിക്കാത്തതിലും ദുരന്തബാധിതർക്ക് പ്രതിഷേധമുണ്ട്. ന്യൂസ് 18 വയനാട്. ആശാവർക്കർമാരുടെ സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഏറിവരുന്ന പിന്തുണയെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. ആരോഗ്യമന്ത്രി സമരം ഒത്തുതീർപ്പാക്കാൻ ഇനിയും ചർച്ചയ്ക്ക് വിളിക്കുമോ എന്ന കാര്യത്തിൽ അറിയിപ്പുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. CITU സമരക്കാർക്കെതിരായ നിലപാട് തുടരുന്നത് ദൗർഭാഗ്യകരമാണെന്നും സമരസമിതി നേതാക്കൾ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന സമരം ഇന്ന് 14ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ തുടക്കം മുതൽ തന്നെ ഈ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നൊക്കെ പറഞ്ഞ് ചില കള്ളപ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. മറിച്ച് സംഘടനയാണ് സമരം നടത്തുന്നത്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എല്ലാ ആളുകളും നമ്മളെ പിന്തുണയ്ക്കുന്നു. ഇന്നലെ BJPയുടെ അവരുടെ മുൻ കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നിട്ടുള്ള V. മുരളീധരൻ വന്നു. അപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും നമ്മളെ പിന്തുണയ്ക്കുന്നുണ്ട്. ചർച്ച് കൗൺസിലിന്റെ സെക്രട്ടറി വന്നിട്ട് പറഞ്ഞത് ബിഷപ്പുമാർ ഉൾപ്പെടെ ഇവിടെ വന്ന് നമ്മളോടൊപ്പം സമരം ചെയ്യാനിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമരം വയ്ക്കുന്ന ഡിമാൻഡ് ചർച്ച ചെയ്യാതെ, അതിന്റെ ന്യായയുക്തത ചർച്ച ചെയ്യാതെ, ഇത് സമരത്തെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്നത്. നിങ്ങളുടെ ജീവനക്കാർക്കിടയിൽ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെട്ടവർ ഉണ്ടായിരിക്കുമല്ലോ. അവിടെ CITU ഉൾപ്പെടെയുള്ള സംഘടനയുടെ നിലപാട് എന്താണ്? അവർ എന്തെങ്കിലും ചർച്ചയ്ക്ക് നിങ്ങൾക്ക് പിന്തുണയായിട്ട് വരുമോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? നമ്മൾ കാണുന്നത് അവര് സമരത്തിനെതിരായിട്ട് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ ചാനൽ ചർച്ചയിൽ നമ്മൾ പലപ്പോഴും പോകുന്നത് ഇവിടെ CITU ആണ് ഈ മേഖലയിലെ ഏറ്റവും വലിയ യൂണിയൻ. അപ്പോൾ ഇവർ വിചാരിച്ചാൽ വല്ലതും നടക്കുമെന്ന്. അതാണ് അവരുടെ മനോഭാവം. സംസ്ഥാനത്ത് ഇന്നലെ രാത്രിയും ഇന്നുമായുണ്ടായ വാഹനാപകടങ്ങളിൽ 4 മരണം. തൃത്താലയിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച 1 വയസ്സുള്ള കുഞ്ഞാണ് മരിച്ചത്. താമരശ്ശേരി ചുരത്തിലും കൊട്ടാരക്കരയിലും ചടയമംഗലത്തുമായിരുന്നു ജീവനെടുത്ത മറ്റപകടങ്ങൾ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് വരികയായിരുന്ന കാറും പൊന്നാനിയിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസും കൂട്ടിയിടിച്ചാണ് തൃത്താലയിൽ അപകടമുണ്ടായത്. അപകടത്തിൽ 1 വയസ്സുള്ള ഹൈഫാൻ എന്ന കുഞ്ഞു മരിച്ചു. കാറിൽ ഉണ്ടായിരുന്ന 6 പേർക്കും പരിക്കേറ്റു. ഇവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വയനാട്ടിലേക്കുള്ള വിനോദയാത്രക്കിടെ താമരശ്ശേരി ചുരത്തിൽ കാൽ തെന്നി കൊക്കയിലേക്ക് വീണാണ് കോടഞ്ഞൂർ സ്വദേശി അമലിന്റെ മരണം. ചുരം 9ാം വളവിന് സമീപം വാഹനം നിർത്തി റോഡരികിൽ നിൽക്കുമ്പോഴാണ് അബദ്ധത്തിൽ കാൽ തെന്നി അമൽ കൊക്കയിലേക്ക് വീണത്. കൊല്ലം ചടയമംഗലത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റവരുമായി ആശുപത്രിയിലേക്ക് പോയ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആദ്യം ബൈക്കിലും പിന്നീട് ലോറിയിലും കാർ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ബൈക്ക് യാത്രികയായ കാരറ്റ് കൃഷ്ണാലയത്തിൽ അശ്വതിയാണ് മരിച്ചത്. അശ്വതിയുടെ ഭർത്താവ് ബിനു പരിക്കുകളോടെ ചികിത്സയിലാണ്. കൊട്ടാരക്കര പുനലൂരിൽ വിവാഹ പാർട്ടി കഴിഞ്ഞ് മടങ്ങിവരവേ ഉണ്ടായ അപകടത്തിലാണ് മയ്യനാട് സ്വദേശി കാർലോസിന്റെ മരണം. കാർലോസ് സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റ് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന സഹോദരന്റെ മകൻ ജാനിസ് ജോൺസന് പരിക്കേറ്റു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
തിരുവനന്തപുരം നഗരൂരിൽ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി സഹപാഠിയുടെ കുത്തേറ്റ് മരിച്ചു. 3ാം വർഷ വിദ്യാർത്ഥി VL വാലന്റൈനാണ് കൊല്ലപ്പെട്ടത്. കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥി T ലസംഗ് സ്വാലയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നഗരൂർ രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിലെ ബിടെക് 4ാം വർഷ വിദ്യാർത്ഥിയും മിസോറം സ്വദേശിയുമായ വാലന്റൈന് നേരെ ഇന്നലെ രാത്രി 11 മണിക്കാണ് ഇതേ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിയുടെ ആക്രമണമുണ്ടായത്. ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് 3ാം വർഷ വിദ്യാർത്ഥിയും മിസോറം സ്വദേശിയുമായ T ലസംഗ് സ്വാലയുമായി ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിലൂടെയുണ്ടായ വാക്കുതർക്കമാണ് പ്രകോപനത്തിലേക്ക് നയിച്ചത്. കോളേജിന് സമീപത്തുള്ള വ്യത്യസ്ത സ്ഥലങ്ങളിലെ റൂമുകളിലാണ് ഇരുവരും താമസിച്ചിരുന്നത്. അതിനിടെ രാത്രി 11 മണിയോടെ കോളേജിന് സമീപമുള്ള നഗരൂർ നെടുമ്പറമ്പ് ജംഗ്ഷനിൽ വെച്ച് മദ്യലഹരിയിൽ ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഒടുവിൽ തർക്കം കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു. വാലന്റൈന്റെ നെഞ്ചിലും പുറകുവശത്തുമായി 3 കുത്തേറ്റു. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നഗരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ പ്രകോപനത്തിലേക്ക് നയിച്ച കാരണം വ്യക്തമാകുകയുള്ളൂവെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് അട്ടപ്പാടി അരളിക്കോണത്ത് മകൻ അമ്മയെ ഹോളോ ബ്രിക്സ് കൊണ്ട് തലക്കടിച്ചു കൊന്നു. അരളിക്കോണം ഊരിലെ രേഷിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ രേഷിയുടെ മകൻ രഘുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. ഉറങ്ങിക്കിടന്ന രേഷിയെ ഹോളോ ബ്രിക്സ് ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രദേശവാസികളാണ് രേഷിയെ ചോരയിൽ കുളിച്ച നിലയിൽ കാണുന്നത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. രഘു മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നയാളാണെന്ന് പോലീസ് പറയുന്നു. ചെങ്ങന്നൂരിൽ സഹോദരനെ അനുജൻ ശ്വാസം മുട്ടിച്ചു കൊന്നു. കഴുത്തിൽ കയർ കുരുക്കിയാണ് കൊല നടത്തിയത്. ചെങ്ങന്നൂർ തിട്ടമേൽ പ്രസന്നനെയാണ് സഹോദരൻ പ്രസാദ് കൊലപ്പെടുത്തിയത്. ചെങ്ങന്നൂർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. വിദ്വേഷ പ്രസംഗത്തിൽ മുൻ MLAയും BJP നേതാവുമായ PC ജോർജിന്റെ അറസ്റ്റ് നാളെ ഉണ്ടാകും. നാളെ ഹാജരാകാമെന്ന് ജോർജ് അറിയിച്ച സാഹചര്യത്തിൽ പ്രത്യേക നോട്ടീസ് നൽകേണ്ടതില്ലെന്ന് പോലീസ് തീരുമാനിച്ചു. നാളെ രാവിലെ 10 മണിക്ക് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലാണ് PC ജോർജ് ഹാജരാകുക. ജില്ലയിൽ നിന്നുള്ള BJP നേതാക്കളും പ്രവർത്തകരും വീട്ടിൽ നിന്നും ജോർജിനെ അനുഗമിക്കും. പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം ജോർജിനെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. തുടർന്ന് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. നാളെ ഹാജരാകാമെന്ന് പോലീസിനെ രേഖാമൂലം PC ജോർജ് അറിയിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ പുതിയ നോട്ടീസ് നൽകേണ്ടതില്ല എന്നാണ് പോലീസിന്റെ തീരുമാനം. ജോർജിനെതിരെ ഹൈക്കോടതി നടത്തിയ ഗുരുതര പരാമർശങ്ങൾ നീക്കം ചെയ്യാൻ സുപ്രീം കോടതിയെ സമീപിക്കാനും സാധ്യതയുണ്ട്. BJP പ്രവർത്തകർ സംഘടിക്കുന്ന സാഹചര്യത്തിൽ കനത്ത സുരക്ഷ ഒരുക്കാനാണ് പോലീസിന്റെ തീരുമാനം. നേരത്തെ ജോർജിനെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ PDPയും SDPയും മാർച്ച് നടത്തിയിരുന്നു. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ജർമ്മൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് തുടങ്ങി 6 കോടിയോളം വോട്ടർമാരാണ് ജനവിധി എഴുതുന്നത്. CDU-CSU സഖ്യം അധികാരത്തിലെത്തുമെന്നാണ് പ്രീപോൾ സർവേകൾ സൂചിപ്പിക്കുന്നത്. 29% വോട്ടുകൾ സഖ്യം നേടുമെന്നാണ് പ്രവചനം. എന്നാൽ ഇവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചേക്കില്ല. 20% വോട്ടുകൾ നേടി തീവ്ര വലതുപക്ഷമായ AFD ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയാകുമെന്നും സർവേകൾ സൂചിപ്പിക്കുന്നു. നിലവിലെ ചാൻസലർ ഒലാഫ് ഷോൾസിന്റെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും പ്രീപോൾ സർവേകൾ പറയുന്നു. സാമ്പത്തിക പ്രതിസന്ധി, കുടിയേറ്റം അടക്കമുള്ള വിഷയങ്ങൾ ജനവിധിയിൽ നിർണായകമാവും. വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിനെതിരെ ഇലോൺ മസ്ക്. സ്റ്റാർലിങ്ക് അടച്ചുപൂട്ടാൻ സാധ്യതയുണ്ടെന്ന റോയിറ്റേഴ്സ് റിപ്പോർട്ടിനെതിരെയാണ് വിമർശനം. റോയിറ്റേഴ്സ് ഒരു നുണയാണെന്നാണ് ഇലോൺ മസ്ക് എക്സിൽ പോസ്റ്റ് ചെയ്തത്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,045 രൂപ, പവന് 64,360 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,620 രൂപ, പവന് 52,960 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ, കിലോയ്ക്ക് 1,08,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി പ്രാദേശിക വാർത്തകളുമായി സകലമാന കേരളം കാണാം. ദിൽ നജീർ.